സാന്ത്വനം സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മീനാക്ഷിക്ക് വരുവാൻ പോകുന്ന സസ്പെൻഷനെ ഓർത്ത് ദേവമംഗലത്ത് എല്ലാവരും ആകെ അസ്വസ്ഥരാണ്. രാവിലെ സമയത്ത് എല്ലാവരും ഫുഡ് കഴിക്കുവാനിരിക്കുമ്പോൾ ഗോമതി വിഷമത്തോടെ നിൽക്കുന്ന മീനുവിനോട് പറയുന്നുണ്ട്, മീനു മോളും കൂടെ ഇരുന്ന് എല്ലാവരുടെയും കൂടെ കഴിക്ക്, എനിക്കൊന്നും വേണ്ടമ്മേ. ബാലട്ടാ, ഇവൾ ഇതുവരെ ജലപാനം പോലും കഴിച്ചിട്ടില്ല. അപ്പോൾ ബാലൻ ചോദിക്കുകയാണ്, ഈ ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് എന്താണ് കാര്യം? ഇനിയിപ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാം. ഇനി കാണാനൊന്നും ഇല്ലാച്ചാ, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയെടുത്ത ജോലി പോകും, അതിനപ്പുറത്ത് ഒന്നും സംഭവിക്കാനില്ല. ഇത് കേട്ടുകൊണ്ട് ദേവി പറയുക, അയ്യോ ഇങ്ങനെയൊന്നും പറയല്ലേ മീനു, എന്തെങ്കിലും ഒരു വഴി ഈശ്വരൻ കാണിച്ചു തരും. അപ്പോൾ മീനു, എന്തു വഴിയാ? ഒരു വഴിയുമില്ല. ആ ഫയൽ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആർക്കെങ്കിലും എവിടെയെങ്കിലും കിടന്ന് കിട്ടിയേനെ. ഇത് ആരോ മനഃപൂർവ്വം മാറ്റിവെച്ചതാണ്. അപ്പോൾ ദേവി ചോദിക്കുകയാണ്, അങ്ങനെ ആര് മനഃപൂർവ്വം മാറ്റിവെക്കാനാ? അപ്പോൾ ഗോമതി, അതെ, ആരെങ്കിലും മാറ്റിവെക്കാതെ അത് കാണാതാകുമോ? ഓഫീസിൽ തന്നെ എത്ര ശത്രുക്കളാണുള്ളത്, അതാര് മാറ്റിവെച്ചാലും അവരുടെ തലയിൽ ഇടുത്തി വീണേ ഭഗവാനെ. ഗോമതിയുടെ ഈ പ്രാക്ക് കേൾക്കുകയും ഉടൻ തന്നെ ബാലൻ വല്ലാതങ്ങ് ചുമക്കുകയാണ്. ബാലന്റെ ഈ അസഹനീയമായ ചുമ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഗോമതി, അയ്യോ ബാലേട്ടാ, എന്താ ഇത്, ശ്രദ്ധിച്ച് കഴിക്കണ്ടേ, എന്നാ വെള്ളം കുടിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ബാലന് വെള്ളം എടുത്തു കൊടുക്കുകയാണ്. ഉടനെ ധർമ്മൻ ചോദിക്കുകയാണ്, ഭക്ഷണം കഴിക്കുമ്പോഴാണോ ചേച്ചി ഈ ഉഗ്ര ശാപമൊക്കെ? അടുത്തിരുന്ന അളയം പോലും കരിഞ്ഞുപോയി. അപ്പോൾ ദേവി, അത് തന്നെ. അതിന് ഗോമതി ചോദിക്കുകയാണ്, അല്ല അതിനിപ്പോ ശപിക്കാതെ പിന്നെ എന്താ ചെയ്യണ്ടേ? ഇത് പറഞ്ഞിട്ട് ഇത് ചെയ്തവരാരായാലും തീ പിടിച്ച് കരിഞ്ഞു പോകത്തേ ഉള്ളൂ എന്ന് തലയിൽ കൈവച്ച് വീണ്ടും പ്രാകുകയാണ്. ഇത്രയും കേട്ടപ്പോഴേക്കും ബാലന് പിടിച്ചതിനേക്കാൾ വലിയ ചുമ പെട്ടെന്ന് ദേവിക്ക് പിടിക്കുകയാണ്. ദേവിയും ആഞ്ഞു ചുമയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഗോമതി തന്നെ, അയ്യോ എന്താ മോളെ, എന്തു പറ്റി? വെള്ളം കുടി എന്ന് പറഞ്ഞുകൊണ്ട് ദേവിക്ക് വെള്ളം കൊടുക്കുകയും നെറുകയിൽ മെല്ലെ തട്ടിക്കൊടുക്കുകയും ഒക്കെ ചെയ്യുകയാണ്. ഈ സമയത്ത് ഭർത്താവ് ചോദിക്കുന്നുണ്ട്, എന്താ ദേവി, സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ഭക്ഷണമൊക്കെ കഴിക്കണ്ടേ? അപ്പോൾ മിത്ര പറയുകയാണ്, അപ്പച്ചിയുടെ ഓരോ ശാപത്തിലും ഈ വീട്ടിലുള്ള ഓരോരുത്തരുമാണല്ലോ വിൽക്കുകയും ചുമക്കുകയും ഒക്കെ ചെയ്യുന്നത്, എന്തു പറ്റി? ഇത് കേട്ടുകൊണ്ട് ഓരോരുത്തരും പരസ്പരം മുഖത്തേക്ക് മുഖം നോക്കുമ്പോൾ ആകാശ് ചോദിക്കുകയാണ്, അല്ല ഈ വീട്ടിൽ വെച്ചാണോ ഇനി അത് നഷ്ടപ്പെട്ടത്? ആരെങ്കിലും അറിയാതെടുത്ത് കളഞ്ഞതുവല്ലോ ആണോ? അത് കേട്ടുകൊണ്ട് ഗോമതി വീണ്ടും പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അങ്ങനെ ആരെങ്കിലും എടുത്ത് കളയുവോടാ അറിയാതെ? കളഞ്ഞവരത് മനഃപൂർവ്വം കളഞ്ഞത് തന്നെയാ. അവൻ്റെയൊക്കെ തലയിൽ ഇടുത്തി തന്നെ വീഴണേ ഭഗവാനെ എന്ന് പറഞ്ഞ് വീണ്ടും ശപിക്കുകയാണ്. ഈ കൂടെയുള്ള ശാപങ്ങൾ കേട്ട് ആകെ ഞെട്ടിത്തരിച്ച് പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ് ദേവിയും ബാലനും. തുടർന്ന് ദേവി മുറിക്കകത്ത് ആകെ ടെൻഷൻ അടിച്ച് നടക്കുക. ദൈവമേ, ഞാനത് എങ്ങനെ എടുത്തുകൊണ്ട് തിരിച്ചിവിടെ എത്തും? അലോക് ഇനി അവിടെ തന്നെ കാണുമോ, നോക്കാം എന്ന് പറഞ്ഞ് ജനലിൽ കൂടി അപ്പുറത്തേക്ക് ഒളിഞ്ഞു നോക്കിയിട്ട് തിരികെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ പെട്ടെന്ന് ആനന്ദ് മുറിക്കകത്തേക്ക് കയറി വരികയാണ്. ആനന്ദിനെ കാണുകയും ദേവി ഞെട്ടിക്കിടന്ന് അലറിക്കൂവുന്നുണ്ട്. അപ്പോൾ ആനന്ദ് ചോദിക്കുന്നുണ്ട്, എന്തിനാ ദേവി നീ ഇങ്ങനെ കിടന്ന് ഞെട്ടി പരിഭവിക്കുന്നത്? നിനക്ക് എന്തോ ഒരു വിഷമമുണ്ട്. ദേവി, യാത്രയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാനത് അച്ഛനോട് പറയാം, പറഞ്ഞ് എത്രയും പെട്ടെന്ന് ശരിയാക്കാം. അതുകൊണ്ട് നീ അതേക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതിരിക്കുക. അപ്പോൾ ദേവി, മതി, എനിക്കത് കേട്ടാൽ മതി. തുടർന്ന് ദേവി പറയുകയാണ്, അതെ ആനന്ദേട്ടാ, ഇതുവരെയും ആര്യൻ വന്നിട്ടില്ല. പാവം മിത്ര ഒറ്റയ്ക്ക് വാതിക്കൽ പോയി കാത്തു നിൽക്കുകയാണ്. അതെ, മിത്രയ്ക്ക് കൂട്ടായിട്ടേ ഞാനും കൂടി അവിടെ പോയി നിൽക്കട്ടെ. അത് കേട്ടിട്ട് ആനന്ദ് പറയുകയാണ്, കൊള്ളാലോ, അത് നല്ല കാര്യമാണല്ലോ. അപ്പോൾ വീണ്ടും വല്ലാത്ത പരിഭ്രമത്തോടു കൂടി ദേവി ചോദിക്കുകയാണ്, ആനന്ദേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്തൊക്കെ സംഭവിച്ചാലും ആനന്ദേട്ടൻ എൻ്റെ കൂടെ നിൽക്കുമോ? കൊള്ളാലോ ദേവി, ഞാൻ പിന്നെ ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത്? മതി, അത് കേട്ടാൽ മതി. അപ്പോൾ വീണ്ടും ആനന്ദ് ചോദിക്കുകയാണ്, ദേവി നീ വല്ലാണ്ട് വിയർക്കുന്നുണ്ടല്ലോ, എന്തു പറ്റി? മൊത്തത്തിലൊരു പരിഭ്രാന്തിയും വിയർപ്പുമൊക്കെ. അയ്യോ ഒന്നുമില്ല ആനന്ദേട്ടാ, ആനന്ദേട്ടൻ എന്നോടുള്ള ഈ അമിതമായ സ്നേഹം കൊണ്ട് തോന്നുന്നതാണ്, അല്ലാതെ എനിക്കെന്ത് പേടി? ഇപ്പോഴത്തെ കാലാവസ്ഥയുടെയാ, എന്തൊരു ചൂടാണ്. പാവം മിത്ര, ആര്യൻ ഇതുവരെയും എത്തിയില്ല, ഒറ്റയ്ക്ക് വാതിക്കൽ പോയി കാത്തു നിൽക്കുകയല്ലേ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ആനന്ദേട്ടാ? ശരി, ഞാനപ്പോഴേ പോയിട്ടൊന്ന് കുളിച്ചിട്ടും വരാം എന്ന് പറഞ്ഞ് ആനന്ദ് ബാത്റൂമിലേക്കും കയറുകയാണ്. പിന്നീട് കാണുന്നത് അലോക് വീടിന്റെ വാതുക്കൽ ബാലനെയും ദേവിയെയും പിടിക്കുവാൻ വേണ്ടി രാത്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്ന കാഴ്ചയാണ്. കുറേ സമയമായിട്ടും അലോക് കയറി ചെല്ലാത്തത് കൊണ്ട് രാജശ്രീയും അച്യുതനും കൂടി ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, എടാ നീ എന്തിനാണ് വെറുതെ ഇങ്ങനെ ഉറക്കളിച്ച് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? നീ പറയുന്നത് പോലെ ബാലനും ദേവിയും കൂടി ഇനിയിപ്പോൾ കൂടുപത്രം ചെയ്യാനാണെങ്കിൽ പോലും ഈ രാത്രിയിൽ അവർ വരില്ല, കാരണം അവർക്കറിയാം നമ്മൾ കാത്തിരിപ്പുണ്ടെന്ന്. അപ്പോൾ രാജശ്രീ പറയുകയാണ്, എടാ അവർ നമ്മളെ ചിലപ്പോൾ പറ്റിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും, നമ്മളിതൊക്കെ വിശ്വസിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാ. ഈ സമയത്ത് നന്ദിതയും അനന്തനും കൂടി ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ അനന്തൻ ചോദിക്കുകയാണ്, എന്താടാ എന്തു പറ്റി? അതിന് അച്യുതൻ പറയുകയാണ്, അല്ല ഏട്ടാ, ഈ അലോക് ആ ബാലനെ പിടികൂടാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അലോക് പറയുകയാണ്, വലിച്ച നിങ്ങൾ നോക്കിക്കോ, നമ്മൾ അറിയാത്ത എന്തോ ഒരു കാര്യം അവരവിടെ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി തന്നെയാ ആ നീളം കമ്പും കുത്തിപ്പിടിച്ച് രണ്ടും കൂടി അവിടെ നിന്നത്.
അതിന് നന്ദിത പറയുകയാണ്, എടാ അവർ വരികയാണെങ്കിൽ നമുക്കറിയാൻ പറ്റില്ലേ? നീ ഇങ്ങനെ പുറത്ത് നിൽക്കുന്നത് കണ്ടാൽ അവർ വരുമോ? അതുകൊണ്ട് നീ വാ, കയറി അകത്തേക്ക് വാ. ഇത് കേട്ടിട്ട് അലോക് പറയുകയാണ്, ആ ശരി, എന്നാലേ ഞാൻ കുറച്ചു നേരം ഇവിടെ നോക്കട്ടെ, നിങ്ങൾ അകത്തേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് പിന്നെയും അവിടെ തന്നെ നിൽക്കുകയാണ് അയാൾ. ഈ സമയത്ത് തന്നെ ആര്യൻ വരാൻ വൈകുന്നത് കൊണ്ട് മുൻപിലെ കതക് തുറന്ന് മിത്ര പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഈശ്വര എന്താണ് ഇത്രയും വൈകുന്നത് ആര്യൻ? ഇതേ സമയത്ത് തന്നെ ദേവി ആകെ ടെൻഷൻ അടിച്ച് കട്ടിലിരുന്നു കൊണ്ട് സംസാരിക്കുകയാണ്, ഈശ്വര കൈവിട്ട കളികളാണ് നടക്കാൻ പോകുന്നത്, കൂടെ ഉണ്ടാവണേ, എന്തായാലും ആ പേപ്പർ എടുത്തേ പറ്റൂ, എല്ലാം വരുന്നത് പോലെ നടക്കട്ടെ. മിത്ര ഇപ്പോൾ വാതുക്കൽ ആര്യനെ കാത്തു നിൽക്കുന്നുണ്ടാവും. ആദ്യം അവളെ അവിടുന്ന് മാറ്റണം. ഇത് പറഞ്ഞിട്ട് ദേവി മിത്രയുടെ അരികിലേക്ക് ഇറങ്ങി പോവുകയാണ്. തുടർന്ന് ദേവി മിത്രയുടെ അരികിലേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, മിത്രയെ, ആര്യൻ ഇതുവരെ വന്നില്ലേ അല്ലേ? ഇല്ല, വരാൻ സമയമായി, ഇപ്പോൾ എത്തും ഏട്ടത്തി. ഷോ, കഷ്ടമായി പോയി. ഇനിയിപ്പോൾ ആര്യൻ എത്തിയിട്ട് ആര്യനുള്ള ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് വേണം മോൾക്ക് കിടക്കാൻ അല്ലേ? ആ അതെ ഏട്ടത്തി. ഒരു കാര്യം ചെയ്, മോൾ പോയി കിടന്നു, ആര്യൻ വരുമ്പോൾ ഞാൻ വാതിൽ തുറന്നു കൊടുത്തേക്കാം. അപ്പോൾ മിത്ര പറയുകയാണ്, ഏട്ടത്തി അത് പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്, എങ്കിലും ഏട്ടത്തി നിൽക്കണ്ട, ഞാൻ തന്നെ ഇവിടെ നിന്നോളാം, ഏട്ടത്തി പോയി കിടന്നോളൂ. ഷോ, ഈ എന്താ മോളെ ഈ പറയുന്നേ? മോൾ ഇങ്ങനെ വാതുക്കൽ നിൽക്കുമ്പോൾ എനിക്ക് എങ്ങനെയാ പോയി കിടന്നുറങ്ങാൻ പറ്റുക? അതെ, ഒരു കാര്യം ചെയ്യ്, മോൾ അടുക്കളയിൽ പോയിട്ട് ആര്യനുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കി വെക്ക്. ഇതിനിടയ്ക്ക് ആര്യൻ വരികയാണെങ്കിലേ ഞാൻ വാതിൽ തുറന്നു കൊടുത്തേക്കാം. അപ്പോൾ മിത്ര പറയുകയാണ്, അയ്യോ ഏട്ടത്തി, ഏട്ടത്തിക്ക് അത് ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, ഇതൊക്കെ സന്തോഷമുള്ള കാര്യമല്ലേ? ആ എങ്കിൽ ശരി. ഇത് പറഞ്ഞിട്ട് മിത്രയും അകത്തേക്ക് പോവുകയാണ്. മിത്ര തിരിഞ്ഞു നടക്കുമ്പോൾ പിറകിന് ദേവി വീണ്ടും ചെന്നിട്ട് വിളിക്കുകയാണ്, മോളെ, ആര്യൻ എന്താണ് കഴിക്കാനുണ്ടാക്കുന്നത്? അത് ഏട്ടത്തി ദോശയും ചമ്മന്തിയാണ്. അയ്യോ, ആര്യൻ ഇഷ്ടമുള്ളത് വൈകിട്ട് കഞ്ഞിയല്ലേ, അതുകൊണ്ടേ മോള് കഞ്ഞി ഉണ്ടാക്കിയാൽ മതി. അത് കഞ്ഞി ഉണ്ടാക്കണമെന്നുണ്ട്, പക്ഷേ അതിൽ ടൈം കുറെ എടുക്കില്ലേ ഏട്ടത്തി? ഓ, ഒരു 20 മിനിറ്റല്ലേ എടുക്കുകയുള്ളൂ. ആ 20 മിനിറ്റ് ഞാൻ ഈ വാതുക്കൽ നിന്നോളാം, മോള് പോയി കഞ്ഞി ഉണ്ടാക്കുക കേട്ടോ എന്ന് പറഞ്ഞിട്ട് മിത്രയെ വീണ്ടും ദേവി അടുക്കളയിലേക്ക് പറഞ്ഞയക്കുകയാണ്. പിന്നീട് കാണുന്നത് നേരമേറെ വൈകിട്ടും വീടിനുള്ളിലേക്ക് കയറി പോകാതെ കൃഷ്ണമംഗലത്തെ വീടിന്റെ വാതിൽക്കൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്ന അലോകിനെയാണ്. ഈ സമയത്ത് അനന്തനും അച്യുതനും രാജശ്രീയും നന്ദിതയും കൂടി ഒരുമിച്ച് ഇറങ്ങി വന്നിട്ട് അലോകിനെ നിർബന്ധിച്ച് മതി മതി എന്ന് പറഞ്ഞ് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അലോക് പറയുന്നുണ്ട്, അച്ഛാ, വല്യച്ഛ, എന്തോ ഒരു ഉടായ്പ് നമ്മൾ അറിയാതെ നടക്കുന്നുണ്ട്. എടാ, നിനക്ക് വെറുതെ തോന്നുക, നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരൊക്കെ ബെഡ്റൂമുകളിലേക്ക് ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്. ഈ സമയത്ത് ആ പേപ്പർ എടുക്കുവാൻ വേണ്ടി ദേവി പതിയെ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് വീടിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ദേവി ഇറങ്ങി വരുന്നത് അമ്മയുടെ ഉപദേശപ്രകാരമായിരിക്കാം. എവിടെ നിന്നോ ഒരു വലിയ താടിമീശയൊക്കെ സംഘടിപ്പിച്ച് മുഖത്തൊട്ടിച്ച് അതിനുശേഷം ആനന്ദിൻ്റെ ഒരു കൈലിയുമൊക്കെ എടുത്തെടുത്ത് ആൺവേഷം കെട്ടിയിട്ടാണ് മതിൽ ചാടുവാൻ വേണ്ടി ഇറങ്ങി വരുന്നത്. പതുങ്ങി പതുങ്ങി മതിലിൻ്റെ അരികിലേക്ക് വന്നതിന് ശേഷം ദേവി പറയുന്നുണ്ട്, എൻ്റെ ഭഗവാനെ കാത്തുകൊള്ളണേ, ഞാൻ എന്തെങ്കിലുമൊക്കെ നേർച്ച ചെയ്തോളാമേ എന്നൊക്കെ. ഈ സമയത്ത് അലോക് തൻ്റെ ബെഡ്റൂമിലേക്ക് കിടക്കാൻ വേണ്ടി പോകാനിരുങ്ങുകയാണ്. പക്ഷെ സ്റ്റെയർ കേസിലേക്ക് കാലെടുത്ത് വെച്ചതിന് ശേഷം പെട്ടെന്ന് താൻ പറയുകയാണ്, ഒന്നുകൂടെ ഒന്ന് നോക്കിയാലോ? അതെ, ഒന്നുകൂടെ ഒന്ന് നോക്കിയേക്കാം. ഇത് പറഞ്ഞുകൊണ്ട് ടോർച്ചും എടുത്ത് പുറത്തേക്ക് വന്ന് ടോർച്ച് ആ പഴയ സ്ഥാനത്തേക്ക് അടിക്കുന്ന സമയത്ത് അവിടെ ദേവി നിൽപ്പുണ്ട്. ടോർച്ച് വെട്ടം കാണുമ്പോഴേക്കും ദേവി പെട്ടെന്ന് താഴേക്ക് കുനിയുകയാണ്. തുടർന്ന് അല്പസമയം ആ പരിസരത്താകെ അയാൾ ലൈറ്റ് അടിച്ച് നോക്കിയതിനു ശേഷം ആരെയും കാണാത്തത് കൊണ്ട് ഉറങ്ങുവാൻ വേണ്ടി മടങ്ങിപ്പോവുകയാണ്. ഈ സമയത്ത് തന്നെ ദേവി മതിൽ ചാടുന്നുണ്ട്. മതിൽ ചാടുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 മതിൽ ചാട്ടമാണ്. മതിൽ ചാടി നടുവടിച്ചാണ് ദേവി കൃഷ്ണമംഗലത്തെ വീടിൻ്റെ മുറ്റത്തേക്ക് വീഴുന്നത്. പക്ഷേ ഈ വീഴ്ചയുടെ ശബ്ദം അലോക് കേൾക്കുന്നുണ്ട്. അലോക് പെട്ടെന്ന് ലൈറ്റ് എടുത്തുകൊണ്ട് വീണ്ടും പുറത്തേക്ക് ചാടി വരികയാണ്. നടുവടിച്ച് നിലത്തേക്ക് വീണ ദേവി എഴുന്നേറ്റിരുന്നു കൊണ്ട് അല്പനിമിഷം നടു തിരുമുന്നുണ്ട്. എന്നിട്ട് ആ പേപ്പറെ നോക്കിയിട്ട് എൻ്റെ പേപ്പറേ, എൻ്റെ പേപ്പറേ, എൻ്റെ ഭഗവാനേ എന്ന് പറഞ്ഞുകൊണ്ട് മുട്ടിലിഴഞ്ഞ് മുൻപോട്ട് ചെന്ന് ആ പേപ്പർ എടുത്ത് 1-2 ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. പക്ഷേ ഈ സമയത്ത് ടോർച്ചുമായി മുറ്റത്തേക്ക് ചാടിയിറങ്ങിയ അലോക് അവിടെയൊക്കെ ടോർച്ച് അടിക്കുകയാണ്. ഈ സമയത്ത് ദേവി അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഭഗവതി കാണരുതേ, കാണരുതേ. പക്ഷേ അവസാനം ദേവിയുടെ പുറത്തേക്ക് ടോർച്ചിൻ്റെ വെട്ടം വന്ന് വീണപ്പോഴേക്കും ദേവി പറയുകയാണ്, അയ്യോ കണ്ടു കണ്ടു. തുടർന്ന് അവിടുന്ന് ചാടി എഴുന്നേറ്റ് ഓടിപ്പോയി താൻ മതിൽ ചാടുകയാണ്. അപ്പോഴേക്കും അലോക് പിറകിന് ഓടി വന്നിട്ട് എടാ കള്ള നിൽക്കടാ എന്ന് പറയുമ്പോഴേക്കും മതിൽ ചാടി ദേവി അപ്പുറത്ത് എത്തിക്കഴിഞ്ഞു. പക്ഷേ ഈ സമയത്ത് ആര്യൻ അവിടേക്ക് ജോലി കഴിഞ്ഞെത്തുകയാണ്. ആര്യൻ ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. ബഹളം കേട്ടുകൊണ്ട് പെട്ടെന്ന് മിത്ര പുറത്തേക്ക് ചാടി ഇറങ്ങിയിട്ട് ചോദിക്കുന്നുണ്ട്, ആര്യ എന്താ സംഭവിച്ച? ഏതാണ്ട് ബഹളം കേൾക്കുന്നല്ലോ. അപ്പോൾ ആര്യൻ പറയുകയാണ്, ഒരു കള്ളൻ ദേ അങ്ങോട്ട് മതിൽ ചാടി ഓടിയിട്ടുണ്ട്. കള്ളനോ? ഇപ്പൊ കള്ളൻ എവിടെ നിന്ന് വരാനാണ്? ഇവിടെ ദേവിയേച്ചി ഇത്രയും സമയം നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. ഇവരിത് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ പുറകുവശത്തുകൂടി എങ്ങനെയോ ദേവി പേപ്പറുമായിട്ട് മുറിക്കകത്ത് വന്ന് കയറി.
തുടർന്ന് വല്ലാത്ത പരിഭ്രമത്തോടുകൂടി ആ പേപ്പർ അതിൻ്റെ ചുരുളെല്ലാം അഴിച്ച് താൻ നോക്കുകയാണ്. നോക്കിയിട്ട് ഈശ്വര രക്ഷപ്പെട്ടു ഇത് പറഞ്ഞിട്ട് പെട്ടെന്ന് അത് മെത്തയുടെ കീഴിലേക്ക് നിവർത്തി വെക്കുകയാണ്. എന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, ആനന്ദേട്ടൻ ഉണരരുതേ ഉണരരുതേ എന്ന് പറഞ്ഞുകൊണ്ട് പേപ്പർ അതിനകത്തേക്ക് വെച്ചതിന് ശേഷം തിരിയാനിരുങ്ങുമ്പോൾ പെട്ടെന്ന് ആനന്ദ് കിടന്ന കിടപ്പിൽ നിന്നും നിവർന്ന് കിടക്കുകയാണ്. അപ്പോഴേക്കും ഒരു ഞെട്ടലോടെ ദേവി നിലത്ത് കമിഴ്ന്നങ്ങ് കിടക്കുകയാണ്. തുടർന്ന് അവിടുന്ന് ഇഴഞ്ഞ് മുൻപിലെത്തിയതിനു ശേഷം ഷർട്ട് മാറണമല്ലോ എന്ന് പറഞ്ഞ് വേഗത്തിൽ ആ ഇട്ടിരുന്ന ഷർട്ടും ആ ലുങ്കിയും ഒക്കെ എടുത്ത് മാറ്റിയിട്ട് നിമിഷ നേരം കൊണ്ട് താൻ സാരി എടുത്തു കൊടുക്കുകയാണ്. ഈ സമയത്ത് കള്ളനെ പിടിക്കുവാൻ വേണ്ടി പോയ അലോക് പോയ വഴിക്ക് കള്ളനെ കിട്ടാഞ്ഞിട്ട് അവിടെ നിന്ന് ടോർച്ചും അടിച്ചുകൊണ്ട് കറങ്ങി നിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രണ്ടിലേക്ക് വരികയാണ് ആര്യൻ്റെ മുൻപിലേക്ക്. ആര്യനെ കണ്ടുകൊണ്ട് അലോക് പൊട്ടിത്തെറിക്കുക, എടാ നീ നിന്റെ ചേട്ടനും കൂടി ചേർന്ന് ഒപ്പിച്ച പണിയല്ലടാ ഇത് പറഞ്ഞ് ബഹളം ആരംഭിക്കുകയാണ്. ഈ സമയത്ത് ദേവി ഒന്നും അറിയാത്തതുപോലെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ആനന്ദിൻ്റെ കൂടെ കയറി കിടക്കുന്നു. എന്നിട്ട് ഒരു കോട്ടുവ വിട്ടുകൊണ്ട് ഉറക്കത്തിലൊന്നും ഉണരുന്ന ഒരു വ്യക്തിയുടെ ശബ്ദം പോലെ തന്നെ വല്ലാത്തൊരു ശബ്ദത്തോടെ ആനന്ദിനെ വിളിച്ചുണർത്തുകയാണ്. ആനന്ദ് പതിയെ ഉണരുമ്പോൾ പറയുന്നു, ആനന്ദേട്ടാ അവിടെ പുറത്ത് ഏതാണ്ടൊരു ശബ്ദം കേൾക്കുന്നു, എന്തോ വഴക്കാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് ആനന്ദ് ഞെട്ടി ഉണരുകയാണ്. എന്നിട്ട് ലൈറ്റ് ഇട്ടിട്ട് വേഗം തൻ്റെ ഷർട്ട് എടുത്തിട്ടുണ്ട്, വാദേവി ഏതാണ്ട് ബഹളമാണെന്ന് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദേവിയെ വിളിച്ച് ഷർട്ട് എടുത്തിടുവാൻ തുടങ്ങുകയാണ്. എന്നിട്ട് പെട്ടെന്ന് ആനന്ദ് ചോദിക്കുന്നുണ്ട്, ഈ ഷർട്ട് ആരാടാ തിരിച്ചിട്ടത്? എന്നിട്ട് അത് വീണ്ടും നേരെയാക്കി ഇട്ടുകൊണ്ട് ആനന്ദ് ഓടുകയാണ്. ആനന്ദ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ദേവി പറയുന്നുണ്ട്, അയ്യോ ഷർട്ട് തിരിച്ചിടുവാൻ മറന്നുപോയി. ഇത് പറഞ്ഞിട്ട് ദേവിയും പിറകിന് ഓടി ചെല്ലുകയാണ് അവിടേക്ക്. അപ്പോൾ അലോക് ആര്യനുമായിട്ട് പുറത്ത് വലിയ ബഹളം നടക്കുകയാണ്. ആര്യനോട് അലോക് പറയുകയാണ്, എടാ നീ നിന്റെ ചേട്ടനും കൂടി ചേർന്ന് ഒപ്പിച്ച പണി തന്നെയാണത്. ഇത് കേട്ടുകൊണ്ട് ആനന്ദ് അവിടേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴേക്കും ആനന്ദ് ഇട്ടിരിക്കുന്ന ഷർട്ടിലേക്കും ലുങ്കിയിലേക്കും ലൈറ്റ് അടിച്ച് നോക്കിയിട്ട് അലോക് പറയുകയാണ്, എടാ നീ തന്നെയല്ലയോടാ അല്പനിമിഷം മുമ്പ് ഞങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് വന്നത്? നീ കൂടോത്രം ചെയ്യാൻ വേണ്ടി അവിടെ വന്നതല്ലേ? പെട്ടെന്ന് ആനന്ദിനെ പുറകിലേക്ക് പിടിച്ചു മാറ്റിയിട്ട് അലോകിനോട് ദേവി പറയുക, ആഹാ ആനന്ദേട്ടൻ്റെ മെക്കിട്ട് കയറാൻ വന്നിരിക്കുകയാണോ? എടാ മോനെ നിനക്ക് എന്തോ പ്രശ്നമുണ്ട്, നീ എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി ചികിത്സിക്കണം, ഇപ്പോഴാണെങ്കിൽ നിനക്ക് നടന്നു പോകാം. അപ്പോൾ വീണ്ടും അലോക് ഷർട്ടിലേക്കും മുണ്ടിലേക്കും ലൈറ്റ് അടിച്ചിട്ട് പറയുകയാണ്, ഇവൻ തന്നെയാ, ഈ ഷർട്ടും മുണ്ടും തന്നെ ഇട്ടുകൊണ്ടാണ് ഇവൻ ആ പറമ്പിലേക്ക് ചാടി വീണത്. ഇത് കേട്ടിട്ട് ആര്യൻ പറയുകയാണ്, എടാ നിനക്ക് ഏട്ടത്തി പറഞ്ഞതുപോലുള്ള അസുഖമാണ്, നീ എത്രയും പെട്ടെന്ന് ആശുപത്രി പോകാൻ നോക്ക്. ഉടനെ മിത്ര ആര്യനെ പിടിച്ചു വലിച്ചുകൊണ്ടങ്ങ് പോവുകയാണ്. വാ ആര്യ നമുക്ക് ഇവനോടൊന്ന് സംസാരിക്കണ്ട എന്ന് പറഞ്ഞ് അവരൊരുമിച്ച് തിരികെ നടക്കുന്ന സമയത്ത് അലോക് അവിടെ ഒന്ന് പറയുന്നുണ്ട്, എടാ നീ തന്നെയാ, ഈ മുണ്ടും ഷർട്ടും തന്നെയായിരുന്നു ഞാൻ കണ്ടത്, പക്ഷെ നീ രക്ഷപ്പെട്ടെന്നൊന്നും വിചാരിക്കണ്ട, ഒരു ദിവസം നിന്നെ എൻ്റെ കയ്യിൽ കിട്ടും, കയ്യോടെ ഞാൻ നിന്നെ പിടിക്കും. അപ്പോൾ ആനന്ദൻ, നീ പോടാ, നിന്നെ കാണിച്ചു തരാവടാ. ഓ ശരി എന്ന് പറഞ്ഞിട്ട് 4 പേരും കൂടി അകത്തേക്ക് കയറുവാനിരിക്കുമ്പോൾ ആര്യൻ പറയുകയാണ്, ദേ അച്ഛനോടും അമ്മയോടും ഒക്കെ ഈ കള്ളൻ്റെ കാര്യം പറയണം, എല്ലാവർക്കും ഒരു ജാഗ്രത വേണം. അത് കേട്ടിട്ട് മിത്രയും ആനന്ദും അതെ ബാ പോകാം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി അകത്തേക്ക് കയറുന്നു. തുടർന്ന് കാണുന്നത് അലോക് വീട്ടിനുള്ളിലേക്ക് കയറി പോകുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ളവരൊക്കെ. അപ്പം അച്യുതൻ ചോദിക്കുന്നുണ്ട്, എടാ നിന്റെ സംശയങ്ങളൊക്കെ തീർന്നോ? എന്ത് സംശയം തീരാൻ, ഞാൻ പറഞ്ഞതൊക്കെ ശരിയായിരുന്നു. ആ ആര്യനും ആനന്ദും കൂടിയുള്ള ഒത്തുകളിയായിരുന്നു. ഒത്തുകളിയോ? എന്തൊത്തുകളിയാണെന്നാണ് നീ പറയുന്നത്? ഞാനിവിടെ ഇരിക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടു, എന്തോ വീഴുന്ന പോലൊരു ശബ്ദം. എന്താണെന്നറിയാൻ ഞാൻ പുറത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ആ ആനന്ദ് നമ്മുടെ മുറ്റത്തോട് ഓടുന്നു. അപ്പോൾ അനന്തൻ ചോദിക്കുകയാണ്, ആനന്ദ് ഓടിയെന്നോ? അത് പിന്നെ വ്യക്തമായിട്ട് എനിക്കൊരു ഓർമ്മ കിട്ടുന്നില്ല, പക്ഷേ ആനന്ദിൻ്റെ ഡ്രസ്സായിരുന്നു. അപ്പോൾ നന്ദിത ചോദിക്കുകയാണ്, നീ ഞങ്ങളെ എന്താ വിളിക്കാഞ്ഞത്? ഞാൻ വിളിക്കാൻ നിന്നാൽ അതിനിടയിൽ അവനങ്ങ് പോവില്ലേ? അതുമല്ല ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? അവനെയാണെങ്കിൽ കയ്യിൽ കിട്ടിയതുമില്ല, തെളിവില്ലാതെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുമോ? പിന്നെ അച്ഛാ വലിയച്ഛാ ഇവിടെ എന്തോ വലിയ പ്രശ്നം നടക്കുന്നുണ്ട്, അത് ഉറപ്പാ. ഇത് കേട്ടിട്ട് രാജശ്രീ പറയുകയാണ്, ഇനി നമുക്ക് കാര്യമായിട്ട് ശ്രദ്ധിക്കാം. ഇത് പറയുമ്പോൾ ഓരോരുത്തരും തലകുലുക്കുന്നുണ്ട്. അവിടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാൻ മറക്കരുത്. അടുത്ത എപ്പിസോഡിൻ്റെ വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.